ഭാരിക്കുമോർ കാണിവാനായ കർത്താവിന്റെ മുമ്പാകെയും പൊടി നൽകുന്ന വീടത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ നന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനം മുഴുവന്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനായുള്ളവേ ദൈവം നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓർത്തു കൊള്ളണമേ. എന്റെ കർത്താവേ, അവയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹിയുടെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമന്യയുടെ തളിക്കണമേ. സമാധാനവാംശികൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രമർപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മാതാവിന്റെ കന്യാവ്രതത്തിന് മുദ്രയെ പൊട്ടിക്കാതെയും തന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിന്നും മാറാതെയും ഗബ്രിയേലിന്റെ ദൂതമൂലം ദാവീദിന്റെ പുത്രിയായ കന്യാമറിയാമിന്റെ ജഡികമായ ഉദരത്തിൽ വസിക്കുകയും ചെയ്തവനും 33 സംവത്സരം ഞങ്ങളോടുകൂടെയും ഞങ്ങളിടയിലും സഞ്ചരിച്ചവനും സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ ഭവനത്തിലെ രഹസ്യങ്ങളെ ഞങ്ങളോട് അറിയിച്ചവനും പാപികളും മണ്മേലുമായ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഗോകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവനും തന്റെ കുറ്റമില്ലാത്ത വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴിയവനും തന്റെ അതിശയനീയമായ ആരോപണത്താൽ തന്നോടുകൂടെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കരയറ്റിയവനും അപ്പത്താലും വീഞ്ഞാലും തന്റെ വിശുദ്ധ ശരീരവും കുറ്റമില്ലാത്ത രക്തവും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവനുമായ ഇമ്മാനുവേലാകുന്ന ദൈവമേ, എന്റെ നാഥ, ഞങ്ങളിലും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകളിലും കരുണയോടെ സൂക്ഷിക്കണമേ. കർത്താവേ, വിശ്വാസത്തിലും നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിലും ഭക്തിയിലും സ്ഥിതിയും ഉള്ളവരായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ മുൻപാകെ നിൽക്കുന്ന പരമാർത്ഥികളായ ഈ ആളുകളെ ഒരുപോലെ വാഴ്ത്തണമേ. നിന്റെ വിശുദ്ധിയും വെടിപ്പുമുള്ള സ്വഭാവയാൽ ഞങ്ങളുടെ മേൽ ഇതളിക്കണമേ. നിന്റെ സമാധാനത്താൽ മനുഷ്യരുടെ ഇടയിൽ സമാധാനമുണ്ടാക്കിയവനായ കർത്താവേ, കലവിറ്റിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ നിന്റെ നിനക്കും സമാധാനവും നീ വർഷിക്കണമേ. എന്റെ കർത്താവേ, വിശ്വാസികളായ സകല ഭരണകർത്താക്കളെയും ഹൃദയത്തെ നിന്റെ നിരപ്പാൽ നീ സമാധാനപ്പെടുത്തണമേ. നിന്റെ ദൈവിക ദാനങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ നീ ധനികരാക്കണമേ. കാതോലികമായ നിന്റെ വിശുദ്ധ സഭയിലെ സത്യന്മാരെ നീ പരിപാലിക്കണമേ. നിന്റെ വിശുദ്ധ മർവഹായ കുറ്റം കൂടാതെ ശുശ്രൂഷിക്കുന്ന പഠിപ്പുള്ള പട്ടക്കാരെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ വിശുദ്ധ പള്ളിയിൽ എപ്പോഴും ശുശ്രൂഷിക്കുന്ന ശമാശന്മാരെ നീ അലങ്കരിക്കണമേ. പ്രായാധിക്യമുള്ള ഞങ്ങളുടെ വൃദ്ധന്മാരെ നീ താങ്ങിക്കൊള്ളണമേ. ഞങ്ങളുടെ പുരുഷന്മാരെയും യുവാക്കന്മാരെയും നീ ശുദ്ധീകരിക്കണമേ. ഒരു ദീർഘദൃഷ്ടിയുള്ളവരായി അവർക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളുടെ പൈതങ്ങളെ നീ വളർത്തണമേ. ഞങ്ങളുടെ സ്ത്രീകളെ യഥാർത്ഥമായ അടക്കമൊതുക്കമുള്ളവരാക്കി നീ തീർക്കണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും നീ സംരക്ഷിക്കണമേ. സമുദ്രത്തിലും കരയിലും ആകാശത്തിലും പ്രയാണം ചെയ്യുന്നവരെ നീ കാത്തുകൊള്ളണമേ. കാലഗൃഹത്തിൽ കിടക്കുന്നവരെ നിന്റെ കൃപയാൽ പുറത്തു കൊണ്ടുവരണമേ. കർത്താവേ, ഞങ്ങളുടെ മധ്യയുടെ നീ ഓർത്തുകൊള്ളണമേ. അവർ സന്തോഷിപ്പാനായിട്ട് അവർക്ക് പുത്രന്മാരെയും പുത്രിമാരെയും നിന്റെ കരുണയാൽ നൽകണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ
ഞങ്ങളെ സൗഖ്യമാക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ മോക്ഷത്തിൽ ഇമ്പപ്പെടുത്തണമേ. കർത്താവേ, സമയത്ത് ഞങ്ങളുടെ തോട്ടങ്ങളിലും വയലുകളിലും മഴ പെയ്യിക്കണമേ. കർത്താവേ, ഞങ്ങളിപ്പോൾ അണയ്ക്കുന്ന രക്തമില്ലാത്ത ഈ ബലിയിലും ഇപ്പോൾ ഞങ്ങളുടെ പാപനിമിത്തം നിന്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിമള ധൂപത്തിലും നിന്റെ നിർമ്മനസാകണമേ. നിന്റെ കൃപയാ ഞങ്ങളുടെ ആരും വരണമേ. കർത്താവേ, നിന്റെ കണ്ണുകൾ ഞങ്ങളുടെ മേൽ തുറക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കഴുത്തുകളെ കുറിച്ച് നിന്റെ മുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടി ഭാവിയാദാസൻ അർപ്പിക്കുന്ന അപേക്ഷയും പ്രാർത്ഥനയും നീ ശ്രദ്ധിക്കുമാറാകണമേ. കർത്താവേ, സ്ഥലമരുന്നുകളും കറകളും കൊണ്ട് നിറഞ്ഞ ഞങ്ങളെ നിന്റെ പരിശുദ്ധമായ വിശുദ്ധിയാൽ നീ ശുദ്ധീകരിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ ഭാവിയാകുന്നുവെങ്കിൽ നീ നീതിമാനാകൊണ്ട് നിന്റെ നീതിയാൽ എന്നെ നീതീകരിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ ദരിദ്രനാകുന്നുവെങ്കിൽ നീ ധനികനാകൊണ്ട് നിന്റെ സമ്പത്താൽ എന്നെ നീ ധനികനാക്കണമേ. കർത്താവേ, ഞാൻ ദോഷിയാകുന്നുവെങ്കിൽ നീ നല്ലവനാകൊണ്ട് നന്മയാൽ എന്നെ നല്ലവനാക്കണമേ. കർത്താവേ, ഞാൻ അന്യായക്കാരനാകുന്നുവെങ്കിൽ നീ നീതിമാനാകൊണ്ട് നിധിയാൽ എന്നെ നീ നീതിമാനാക്കണമേ. എന്റെ കർത്താവേ, ഞാൻ കഠിനനാകൊണ്ട് നിന്റെ ആരവാകുന്നല്ലോ. എന്റെ ദൈവാറിന്റെ നീ എന്നെ ദൈവനാക്കി തീർക്കണമേ. കർത്താവേ, ഞാൻ നിന്ദിനാകുന്നുവെങ്കിൽ നീ മാന്യനാകൊണ്ട് നിന്റെ ബഹുമാനത്താൽ എന്നെ നീ ബഹുമാനമുള്ളവനാക്കി തീർക്കണമേ. കർത്താവേ, ഞാൻ ബലഹീനനാകുന്നു എങ്കിൽ നീ ബലവാനാകൊണ്ട് നിന്റെ ബലത്താൽ എന്നെ നീ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ അശുദ്ധനാകുന്നുവെങ്കിൽ നീ വെടിപ്പുള്ളവനാകൊണ്ട് നിന്റെ വെടിപ്പാൽ എന്നെ നീ വെണ്മയുള്ളവനാക്കണമേ. എന്റെ കർത്താവേ, ഞാൻ അന്ധകാരമാകുന്നു എങ്കിൽ നീ പ്രകാശമാകൊണ്ട് നിന്റെ പ്രകാശത്താൽ എന്നെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ഞാൻ മരിച്ചവനാകുന്നുവെങ്കിൽ നീ ജീവനുള്ളവനാകൊണ്ട് എന്നെ നീ ജീവിപ്പിക്കുകയും നിന്റെ ആശ്വാസത്താൽ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞാൻ രോഗിയാകുന്നുവെങ്കിൽ നീ സൗഖ്യമുള്ളവനാകൊണ്ട് നിന്റെ സൗഖ്യത്താൽ എന്നെ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞാൻ വിശപ്പുള്ളവനാകുന്നുവെങ്കിൽ നീ തൃപ്തനാകൊണ്ട് നിന്റെ സംതൃപ്തിയാൽ എന്നെ നീ സന്തുഷ്ടനാക്കണമേ. കർത്താവേ, ഞാൻ വാങ്ങുന്നവനാകുന്നുവെങ്കിൽ നീ കൊടുക്കുന്നവനാകൊണ്ട് നിന്റെ ദാനത്താൽ എന്നെ നീ സമ്പന്നനാക്കണമേ. കർത്താവേ, ഞാൻ ഭോഷനാകുന്നുവെങ്കിൽ നീ ജ്ഞാനമുള്ളവനാകയാൽ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ നീ ജ്ഞാനമുള്ളവനാക്കി തീർക്കണമേ. കർത്താവേ, ഞാൻ ശപിക്കപ്പെട്ടവനാകുന്നുവെങ്കിൽ നീ വാഴ്ത്തപ്പെട്ടവനാകൊണ്ട് നിന്റെ വാഴ്വുകളാൽ എന്നെ നീ വാഴ്ത്തപ്പെട്ടവനാക്കണമേ. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധങ്ങൾ ഉപേക്ഷിച്ച ഭാവിയാൽപ്പെട്ടക്കാലം ഞാനാകുന്നുവെങ്കിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിന്നെ ബലിയർപ്പിച്ച് പ്രധാനാചാരം നീ ആകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. മുൻകൂട്ടി വാങ്ങിപ്പോയ വിശ്വാസികളായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും ആത്മാക്കളെ നിന്റെ തിരുവുള്ളത്താൽ ആശ്വസിപ്പിക്കണമേ. അമ്മാനുവേലാകുന്ന എന്റെ കർത്താവേ, നിനക്കും നിന്റെ ഏകജാത പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും.